ജീവജാലങ്ങളിൽ ഏറ്റവും കൂടുതൽ രക്ഷകർത്തൃത്വം അല്ലെങ്കിൽ പാരൻറ്റിങ് ആവശ്യമുള്ളത് മനുഷ്യക്കുട്ടികൾക്കാണ്. മനുഷ്യനേക്കാൾ ആയുസ്സുള്ള വന്യമൃഗങ്ങളുണ്ട്. അവയുടെ കുട്ടികൾക്കൊന്നും മനുഷ്യ കുട്ടികളെ പോലെയുള്ള പാരൻറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. അത് ജനിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ചില ജീവികൾ മണിക്കൂറുകൾക്കകവും മറ്റു ചിലത് ദിവസങ്ങൾക്കകവും തന്നെ അത് അമ്മയുടെ മുലപ്പാൽ കുടിക്കുകയും ഒക്കെ ചെയ്യുകയും എഴുന്നേറ്റ് നടക്കുകയും ചെയ്യുന്ന ജീവികളുമുണ്ട്. പക്ഷേ മനുഷ്യ കുട്ടികൾക്ക് ഇതൊന്നും ബാധകമല്ല. അതിനെ ഒരു 3 വയസ്സ് വരെയെങ്കിലും പൂർണ്ണതോതിൽ തന്നെ പാരൻറ്റിങ് നടത്തിയില്ലെങ്കിൽ അതിനെ ജീവിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് ശാസ്ത്രലോകം പരിശോധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിന് കാരണം നമ്മുടെ തലച്ചോറാണ്. കാരണം നമ്മുടെ തലച്ചോർ ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ്, വലിയ തോതിലുള്ള. അതിൽ ഓർമ്മയുടെ കേന്ദ്രം, ചിന്തിക്കാനുള്ള കേന്ദ്രം, ഇങ്ങനെ ഒട്ടനവധി ഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ ബുദ്ധി ഉണ്ടായതും പലതും കണ്ടെത്താൻ കഴിഞ്ഞതും പ്രപഞ്ചത്തിൽ വലിയൊരു ശക്തിയായി മാറാനും കഴിഞ്ഞത് നമുക്ക് ശക്തമായൊരു തലച്ചോർ ഉള്ളതുകൊണ്ടാണ്. ഇങ്ങനെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു തലച്ചോർ ഗർഭപാത്രത്തിൽ വെച്ച് ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ പ്രസവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ തലച്ചോർ വളർച്ച എത്താത്ത തലച്ചോറാണ് പ്രസവത്തിലൂടെ പുറത്തു വരുന്ന ഈ നമ്മുടെ ശിശു എന്ന് പറയുന്നത്. അത് പിന്നീടാണ് പടിപടിയായിട്ട് തലച്ചോർ പൂർണ്ണ വളർച്ച എത്തി വികസിച്ച് വരുന്നത്. അതിനാണ് ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത്. അത് ജനിച്ച് വീഴുമ്പോൾ അതിനൊന്നും അറിയത്തില്ല. അതിന് ചുറ്റുപാടുകളെ അറിയത്തില്ല, അച്ഛൻ അമ്മ ആരെന്നറിയത്തില്ല, ഒരു കാര്യവും അറിയത്തില്ല. വെറുമൊരു ജഡവസ്തു പോലേ ഉള്ളൂ. കൈയും കാലും ഇട്ട് അടിക്കുകയും കണ്ണ് തുറന്ന് നോക്കുകയും ചിലപ്പോൾ ചിരിക്കുന്നത് പോലെയൊക്കെ നമ്മൾ ഇമാജിനേഷൻ കൊടുക്കുന്നതല്ലാതെ കുട്ടിക്കൊന്നും അറിയത്തില്ല. അതിന് കാരണം തലച്ചോറിൻ്റെ വികസനം നടക്കാത്തതുകൊണ്ടാണ്. ആ വികസനം പടിപടിയായി നടന്ന് മനുഷ്യൻ പൂർണ്ണതോതിലെത്തുമ്പോൾ അവൻ അമാനുഷികനായി മാറും. അതായത് മനുഷ്യൻ്റെ തന്നെ വലിയൊരു ശക്തിയുള്ള വ്യക്തിയായി മാറും. അറിവും ബോധവും ഓർമ്മയും ഒക്കെയുള്ള മനുഷ്യനായി മാറും. അതുകൊണ്ടാണ് മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയത്.